ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന വളരെ ട്രഡീഷണൽ ആയിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരി. വളരെ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കാൻ പറ്റും. സദ്യയിലൊക്കെ ഒരിക്കലും ഒഴിച്ചുകൂടാൻ മേലാത്ത ഒന്നാണ് മാമ്പഴ പുളിശ്ശേരി. അത് നമുക്ക് വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അതിന് നല്ല ചൂട് ചോറിൻ്റെ കൂടെയൊക്കെ വളരെ ടേസ്റ്റ് ആയിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യമായിട്ട് എപ്പോഴും മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കുമ്പോൾ മൺചട്ടിയിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രമിക്കുക. കാരണം മൺചട്ടിയിൽ ഉണ്ടാക്കുന്ന മാമ്പഴ പുളിശ്ശേരിക്ക് ഒരു പ്രത്യേക രുചിയാണ്. അത് ആദ്യം നമുക്ക് ഒരു മൺചട്ടി വേണം. അതിനുശേഷം വളരെ നന്നായിട്ട് പഴുത്ത മാമ്പഴം, ഞാനിവിടെ 4 മാമ്പഴം എടുത്ത് വെച്ചിട്ടുണ്ട്. നാട്ടുമാങ്ങയൊക്കെയാണ് സാധാരണ മാമ്പഴ പുളിശ്ശേരിക്ക് ഉപയോഗിക്കുന്നത്. എന്നാൽ നമുക്കിവിടെ അത് കിട്ടാനില്ലാത്തത് കൊണ്ട് ഇപ്പോൾ കിട്ടിയ മാമ്പഴം വെച്ച് നമുക്ക് ഉണ്ടാക്കി നോക്കാം എങ്ങനെയാണെന്ന്. മാങ്ങ നല്ല പഴുത്ത 4 മാങ്ങ ഞാൻ എടുത്തിട്ടുണ്ട്. പിന്നെ 4 ടേബിൾ സ്പൂൺ വലിയ സ്പൂണ് തേങ്ങ ചിരകിയതെടുത്തിട്ടുണ്ട്. ഫ്രഷ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 3 പച്ചമുളക്, ആവശ്യത്തിന് കരിവേപ്പില, ഒരു 1/2 ടീസ്പൂൺ ജീരകം, പിന്നെ ഒരു ടീസ്പൂണിൽ കൂടുതൽ, ഞാൻ 1.5 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് മുളക് പൊടി, ഇതൊരു 1.5 ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് മുളക് പൊടി. പിന്നെ നമുക്ക് അതിന് വേണ്ടുന്ന ആവശ്യത്തിനുള്ള നല്ല കുറച്ച് പുളിയുള്ള നല്ല തൈര്, കട്ടത്തൈരും. പിന്നെ നമുക്ക് ഇനിയിപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ മാങ്ങ 4 എടുത്തിട്ട് നല്ല കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഇതിൻ്റെ തൊലി ചെത്തി നമുക്ക് ആദ്യം ഇത് ആ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ മാങ്ങ 4 നല്ല വൃത്തിയായിട്ട് ചെത്തി കഴുകിയെടുത്ത് അതിലേക്ക് ഒരു 3 പച്ചമുളകും കീറിയിട്ട് നമുക്കൊരു ചിര കറിവേപ്പിലയും കൂടെ ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പുമിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതങ്ങ് വേവിച്ചെടുക്കാം. മാങ്ങ അവിടെ ഇരുന്ന് വേകുമ്പോഴത്തേനും നമുക്ക് അതിലേക്ക് വേണ്ടുന്ന ഒരു അരപ്പ് തയ്യാറാക്കിയെടുക്കാം. നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിനുശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ തിരികിയത് ഇതിലേക്കിടുക. തേങ്ങ മുഴുവനും ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു 2-3 കറിവേപ്പില, പിന്നെ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ജീരകം, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾ പൊടി, അതിനുശേഷം കുറച്ച് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്നതിൽ നിന്ന് കുറച്ച് മുളക് പൊടിയും കൂടെ ഇട്ട് ഇത് എടുത്തു വെച്ചിരിക്കുന്ന തൈര് ഇതിലേക്ക് ഒഴിച്ച് തൈര് ചേർത്ത് നമുക്കിതങ്ങ് അരച്ചെടുക്കാം. നല്ല മഷി പോലെ അരച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മളിവിടെ അതിനുള്ള അരപ്പ് എടുത്ത് വെച്ച തൈരും തേങ്ങയും ജീരകവും 2-3 കരിവേപ്പിലയും ഒക്കെ ഇട്ട് നന്നായിട്ട് മഷി പോലെ അരച്ചു കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ മിക്സി കഴുകി ഇത്രയും വെള്ളവും വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മാങ്ങ ഒന്ന് നോക്കാം. ഇടയ്ക്ക് ഞാനൊന്ന് ഇളക്കിയിട്ട് കൊടുത്തായിരുന്നു. മാങ്ങ തുറന്ന് നോക്കിയപ്പോൾ മാങ്ങ എല്ലാം നന്നായിട്ട് വെന്തു ഉടഞ്ഞു. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ ശർക്കരപ്പാനി എടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. അതൊന്ന് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളിതിലേക്ക് ശർക്കരപ്പാനി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊന്ന് അധികം മാങ്ങ ഉടഞ്ഞു പോകാതെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക്. ഇനി നമ്മൾ ഒരു 2 മിനിറ്റ് ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ ശർക്കരപ്പാനി ഒഴിച്ച് അതിന് ശേഷം മൂടി തുറന്ന് നോക്കി നന്നായിട്ട് വെള്ളം കുറച്ചൊക്കെ വറ്റി നന്നായിട്ട് വന്നു. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ച് വെച്ചിരിക്കുന്ന അരപ്പങ്ങ് ചേർത്ത് കൊടുക്കാം. അതിന് മുന്നേ ഒരു
കാര്യം ചേർക്കാനുണ്ട്. അതിന് മുമ്പ് അരപ്പ് ചേർക്കുന്നതിന് മുമ്പ് ഒരു ടീസ്പൂൺ നെയ്യ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതിൻ്റെ ഏറ്റവും വലിയ ടേസ്റ്റ് കൊടുക്കുന്ന ഒന്നാണ് നെയ്യ്. അല്ല, നെയ്യ് ഒഴിച്ചതിന് ശേഷം ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിന് ശേഷം നമ്മൾ അരപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ അരപ്പ് ചേർക്കാൻ പോകാം. ഈ അരപ്പ് മുഴുവനായിട്ടും അങ്ങ് ചേർത്ത് കൊടുക്കുകയാണ്. ചേർത്ത് കൊടുത്തതിന് ശേഷം ബാക്കി ആ മിക്സി കഴുകിയ കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് അരപ്പ് ഇത് കൂടെ നമുക്ക് നല്ല വൃത്തിയായിട്ടൊന്ന് കഴുകി ഒഴിച്ച് ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അരപ്പിട്ടതിന് ശേഷം ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പം അരപ്പും ശർക്കരപ്പാനിയും നെയ്യും എല്ലാം ഈ മാങ്ങയെ പിടിക്കും. അപ്പോഴത്തേക്കിന് നല്ലൊരു ടേസ്റ്റും നല്ലൊരു ഫ്ലേവറും ഈ മാങ്ങയ്ക്ക്, ഈ മാമ്പഴ പുളിശ്ശേരിക്ക് കിട്ടും. ഇനി ജസ്റ്റ് ഒന്ന് ചൂടാകാൻ വെക്കുക. തിളയ്ക്കേണ്ട, തൈരും എല്ലാം ചേർത്ത് അരച്ചതായതുകൊണ്ട് തിളയ്ക്കേണ്ട ആവശ്യമില്ല. ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്ക് താളിച്ചെടുക്കാം. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഒന്ന് കൂട്ടത്തിലുള്ള ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. അത് ഓൾ എന്നുള്ള ഓപ്ഷനും ഇനേബിൾ ചെയ്യുക. ഈ അരപ്പിട്ട് അതിനുശേഷം ചെറുതായിട്ടൊന്ന് ചൂടാകാൻ വേണ്ടി നമുക്ക് വെയിറ്റ് ചെയ്യാം. ചൂടായതിന് ശേഷം വാങ്ങി വെച്ചതിന് ശേഷം നമുക്ക് താളിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ അരപ്പുമൊക്കെ ചേർത്ത് നന്നായിട്ട് ചൂടായി വന്നത് ഇതുപോലൊന്ന് ചുറ്റിച്ചെടുത്ത് വയ്ക്കുക. നമുക്ക് വാങ്ങി വയ്ക്കുക. അതിനുശേഷം ഇനി നമുക്ക് താളിക്കുക. താളിപ്പിന് വേണ്ടിയിട്ട് ഒരു ചെറിയ ചീനച്ചട്ടിയോ കടായിയോ എന്തെങ്കിലും അടുപ്പിലോ നമുക്ക് വയ്ക്കാം. ഇതിനെ താളിക്കാൻ വേണ്ടിയിട്ട് ഇത് എപ്പോഴും മാമ്പഴ പുളിശ്ശേരി താളിക്കുമ്പോൾ നെയ്യിൽ തന്നെ താളിക്കണം. നെയ്യിൽ താളിക്കുമ്പോഴേ അതിൻ്റെ പെർഫെക്റ്റ് ടേസ്റ്റ് കിട്ടത്തുള്ളൂ. ഇവിടെ നെയ്യുടെ സ്മെല്ല് എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ല. അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത്. നെയ്യിൽ തന്നെ താളിക്കുമ്പോഴാണ് അതിൻ്റെ ആ പെർഫെക്റ്റ് ഒരു നല്ല സ്മെല്ലും ഒക്കെ കിട്ടുന്നത്. ഇനി എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കടുകിട്ട് കൊടുക്കാം. ഇപ്പം നമുക്ക് എണ്ണ ചൂടായി. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. അതിനുശേഷം അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കുക. ഉലുവയും കടുകും പൊട്ടിക്കഴിയുമ്പോൾ അതിലേക്ക് നമുക്ക് ഇവിടെ ഞാൻ ഒരു 3 വറ്റൽമുളക് എടുത്ത് വെച്ചിട്ടുണ്ട്. അതിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു കറിവേപ്പില ഇട്ട് കൊടുക്കാം. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 2 മിനിറ്റ് ഇത് അടച്ചു വയ്ക്കാം. ഇവിടെ ഇരിക്കും. അപ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്വാദിഷ്ടമായ താളിച്ച് കഴിഞ്ഞ് ഇതിങ്ങ് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ നമ്മൾ ചട്ടി ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചുറ്റിച്ചു കൊടുത്താലും മതി. ഇനി നമുക്ക് ഇത് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ നമ്മുടെ സ്വാദിഷ്ടമായ മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡിയായി. വളരെ പെട്ടെന്ന് തയ്യാറാക്കാം. അധികം സമയമൊന്നും വേണ്ടി വരത്തില്ല. പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒന്നാണ് മാമ്പഴ പുളിശ്ശേരി. നല്ല ചൂട് ചോറിൻ്റെ കൂടെ ഒഴിച്ച് കഴിക്കാൻ വളരെ വളരെ ടേസ്റ്റാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ബെല്ലൈക്കണൊന്ന് പ്രസ് ചെയ്യുക. ഓൾ എന്നുള്ള ഓപ്ഷൻ ഇനേബിൾ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനും ഫ്രണ്ട്സിനും ഒക്കെ ഷെയർ ചെയ്യുക. കൂട്ടത്തിൽ സപ്പോർട്ട് ചെയ്യുക. വീണ്ടും ഒരു പുതിയ വീഡിയോയുമായിട്ട് വരുന്നത് വരെ ടിൽ ദെൻ ബൈ ബൈ.